ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 190 എന്ന വിഖ്യാതമായ വാളിൻ്റെ ആയത്താണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ ആയത്ത് അവതരിപ്പിച്ച പശ്ചാത്തലമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത്. ഹുദൈബിയ സന്ധി പ്രകാരമുള്ള കരാർ അനുസരിച്ച് മുഹമ്മദും സംഘവും അതിൻ്റെ തൊട്ടടുത്ത വർഷം മക്കയിലേക്ക് ഉംറ ചെയ്യാൻ എന്നും പറഞ്ഞ് പോകുന്നതും, ആ സമയത്ത് മുഹമ്മദ് കരാർ ലംഘിച്ചുകൊണ്ട് ഒരുപാട് ആയുധങ്ങളുമായിട്ട് മക്കക്കാരെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ യാത്ര പുറപ്പെട്ടതും തുടർന്ന് അവിടെ നടന്ന സംഭവങ്ങളുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആ യാത്രയിൽ മുഹമ്മദിൻ്റെ അനുയായികൾ തന്നെ മുഹമ്മദിനെ ചോദ്യം ചെയ്യുന്നതും നമ്മൾ വായിച്ചു. എന്തിനാണ് കരാർ ലംഘിച്ചുകൊണ്ട് നമ്മൾ ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മുഹമ്മദ് പറയുന്ന ഉഡായിപ്പ് മറുപടി, കഅബയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആയുധം കൊണ്ടുപോകുന്നില്ല, പുറത്ത് നമുക്ക് ആയുധങ്ങളുമായിട്ട് കാവൽ നിൽക്കാം. അഥവാ അവർ നമ്മളെ കരാർ ലംഘിച്ചുകൊണ്ട് ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിലോ അപ്പോൾ അതിന് തിരിച്ചടിക്കാനുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്ന് മുഹമ്മദ് അവർക്ക് മറുപടി നൽകുന്നതാണ് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വാക്യങ്ങൾ ഖുർആനിൽ അവതരിക്കുന്നത്. 190 മുതൽ 194 വരെയുള്ള വാക്യങ്ങൾ. 190-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. 191 അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങളവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. ഫിത്ന കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു. മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് വരെ. ഇനി അവർ നിങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് കാഫറുകൾക്കുള്ള പ്രതിഫലം. ഇത് യുദ്ധ സന്ദർഭത്തിൽ അവതരിച്ചതാണ് എന്നാണ് ഈ വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വക്താക്കൾ വിശദീകരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു യുദ്ധ സന്ദർഭവുമില്ല, യുദ്ധം നടക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് മുഹമ്മദിൻ്റെ മനസ്സിൽ യുദ്ധം നടക്കുമോ എന്ന ഭീതി ഉണ്ടായിരുന്നു എന്നോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്സാര കാരണമുണ്ടായാൽ യുദ്ധം നടത്തിക്കൊണ്ട് മക്ക ഈ യാത്രയിൽ തന്നെ കീഴടക്കണമെന്ന് മുഹമ്മദ് തീരുമാനിച്ചിരുന്നു എന്നോ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മക്കക്കാർ കരാറ് ലംഘിച്ച് ഇങ്ങോട്ട് വല്ല ആക്രമണം നടത്തുകയാണെങ്കിൽ തിരിച്ചടിക്കാനാണ് നമ്മൾ ആയുധങ്ങളുമായി പോകുന്നത് എന്ന് കൂടെ ഉണ്ടായിരുന്ന അനുയായികളെ ധരിപ്പിച്ച ശേഷം മുഹമ്മദ് അവരെ യുദ്ധത്തിന് സന്നദ്ധരാക്കുന്നതിന് വേണ്ടി, മക്കയിൽ ഒരു യുദ്ധം നടത്തുന്നതിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ വാക്യങ്ങളാണ് ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ തഫ്സീറുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ വാക്യമാണ് എന്ന് പറയുന്നത് കളവാണ്. തൗബ എന്ന അധ്യായത്തിലെ വാക്യങ്ങൾ യുദ്ധസന്ദർഭത്തിലാണ് എന്ന് നുണ പറയാൻ വേണ്ടി അതിൻ്റെ കൂടെ ഈ വാക്യങ്ങൾ കൂടെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് കബളിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് മതപണ്ഡിതന്മാർ. അലിയാർ കാസിമിയൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു RSSകാരനെയൊക്കെ കബളിപ്പിച്ചത് അങ്ങനെയാണ്. ഇത് അലിയാർ കാസിമി മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തുമുള്ള ഇസ്ലാമിക ദഅവക്കാർ അങ്ങനെ ഈ 2 അധ്യായങ്ങളും കൂടെ കൂട്ടിക്കുഴച്ച് ആളുകളെ കബളിപ്പിക്കാറാണ് പതിവ്. പക്ഷേ സൂറത്ത് തൗബ മാത്രമല്ല, ഈ അധ്യായത്തിലെ ഇപ്പോൾ വായിച്ച വാക്യങ്ങളും ഒരു യുദ്ധക്കളത്തിലോ ഒരു യുദ്ധ സന്ദർഭത്തിലോ അവതരിച്ചതല്ല. മറിച്ച് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതിന് തൻ്റെ കൂടെയുള്ളവരെ അഡ്വാൻസായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി മുഹമ്മദ് അവതരിപ്പിച്ച ഉഡായിപ്പുകളാണ് ഈ വാക്യങ്ങൾ. ഇത് ഞാൻ പറയുന്നതല്ല, തഫ്സീറുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് 2 തഫ്സീർ കാണിച്ചു തരാം. ജലാലൈനി തഫ്സീറാണിത്. ഈ ആയത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വഖാത്തിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാത്തിലൂനകും വലാ തഅ്തദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. After the Prophet was prevented from visiting the house in the year of the Battle of Hudaybiyah, he made a pact with the disbelievers that he would be allowed to return the following year, at which time they would vacate Mecca for 3 days. Having prepared to depart for the visitation, Umrah, he and the believers were concerned that Quraysh would not keep to the agreement and instigate fighting. The Muslims were averse to becoming engaged in fighting while in a state of pilgrimage, inviolability in the sacred enclosure Al-Haram,
and during the sacred months, and so the following was revealed, and fight in the way of God to elevate his religion with those who fight against you, the disbelievers, but aggress not against them by initiating the fighting. God loves not the aggressors, the ones that overstep the bounds which God has set for them. This stipulation was abrogated by the verse of Bara'a, immunity, ഖുർആൻ 9:1, or by his saying below. ഇവിടെ ഒരു വലിയ തമാശ കൂടി ഈ ജലാലേനി തഫ്സീറിലും ഇബ്നു കസീറിൻ്റെ തഫ്സീറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തമാശയല്ല, ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് നടത്തുന്ന വ്യാഖ്യാന കസർത്തുകളുടെ എല്ലാം കഴുത്തിന് കത്തിവെക്കുന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇവിടെ ജലാലേനി തഫ്സീറിലും ഇബ്നു കസീറിൻ്റെ തഫ്സീറിലൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ഈ 2:190 എന്ന് പറയുന്ന ആയത്ത് 9:1 എന്ന ആയത്ത് ഇറങ്ങിയതോടുകൂടി മൻസൂഖായിട്ടുണ്ട്, ക്യാൻസൽഡ് ആണ്, ഇപ്പം നിലവിലില്ല എന്നാണ് പറഞ്ഞത്. യുദ്ധസന്ദർഭത്തിൽ എന്ന് നുണ പറയാൻ വേണ്ടി, തൗബയിലെ ആയത്തുകളെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ന് എടുത്ത് വ്യാഖ്യാനിക്കുന്ന ഈ 2:190 അതിന് തുടർന്ന് വരുന്ന വാക്യങ്ങളും മൻസൂഖാണ്, അത് അബ്രോഗേറ്റഡ് ആണ് എന്നാണ് ജലാലൈനി തഫ്സീറിലും ഇബ്നു കസീറിൻ്റെ തഫ്സീറിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ഇതിലുള്ള ശ്രദ്ധേയമായ ഒരു കാര്യം. അത് എന്തുകൊണ്ട് അബ്രോഗേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ 9:1 വായിക്കുമ്പോൾ മനസ്സിലാവും. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ എന്താണ് പശ്ചാത്തലം എന്നിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹുദൈബിയ സന്ധി അനുസരിച്ച് പിറ്റത്തെ വർഷം മുഹമ്മദ് ഉംറ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ സന്ധി ലംഘിച്ചുകൊണ്ട് ഇങ്ങോട്ട് ആക്രമിച്ചേക്കുമോ എന്ന ആശങ്ക തോന്നിയപ്പോൾ, അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അള്ളാഹു മുഹമ്മദിലൂടെ മുസ്ലിങ്ങളോട് പറയുന്നതാണ് ഈ സന്ദർഭം എന്നാണ് പറഞ്ഞത്. ഇവിടെ പോകുന്നത് ഒരു സേക്രഡ് മന്തിലാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. പുണ്യമാസങ്ങളിൽ യുദ്ധം ചെയ്യുകയോ അക്രമം ചെയ്യുകയോ ചെയ്യുകയില്ല എന്നത് മക്കയിലെ ഈ ജാഹിലിയ എന്നിവർ വിശേഷിപ്പിക്കുന്ന ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നു വരെയും ലംഘിക്കാതെ പാലിച്ചു പോന്നിട്ടുള്ള മര്യാദയാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യമാസത്തിലുള്ള ഈ ഒരു യാത്രയിൽ മക്കക്കാർ ഇവരെ ആക്രമിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം മുഹമ്മദ് നിരന്തരം കരാറ് ലംഘിച്ചുകൊണ്ട് കച്ചവട സംഘത്തെ ആക്രമിക്കുകയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരെ തിരിച്ചയക്കാതെ പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് അവരും കരാറ് ലംഘിച്ചേക്കുമോ എന്ന് മുഹമ്മദ് ആശങ്കിച്ചിരുന്നു. പക്ഷേ അവർ കരാറ് ലംഘിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരവരുടെ നാട്ടുമര്യാദയും ലംഘിക്കുകയില്ല എന്നുള്ളതാണ് പിന്നീട് കാണുന്നത്. ഇവർ ഉംറക്കാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ, ആയുധങ്ങളുമായി ചെല്ലുമ്പോഴും അവർ മക്കയിൽ നിന്ന് 3 ദിവസത്തേക്ക് മാറിക്കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാറിക്കൊടുത്ത സമയത്ത് മുഹമ്മദും സംഘവും അവിടെ കയറിയിട്ട് ഉംറ നിർവഹിക്കുകയും കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിച്ച് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കരാറ് ലംഘിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ആയത്തിറക്കുന്നത് സർവജ്ഞാനിയായ അള്ളാഹുവാണോ അതോ മക്കക്കാർ തന്നെ ആക്രമിക്കുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ആശങ്ക വെച്ച് പുലർത്തുന്ന മുഹമ്മദാണോ? സർവജ്ഞാനിയായ അള്ളാഹു ആണെങ്കിൽ മക്കക്കാരെ ആക്രമിക്കാൻ പോകുന്നില്ല എന്നും അവർ കരാറ് പാലിക്കുമെന്നും അവരവിടുന്ന് മാറിക്കൊടുക്കുമെന്നും അള്ളാഹു മുൻകൂട്ടി അറിയേണ്ടതാണ്. അപ്പോൾ അത് മുൻകൂട്ടി അറിയുന്നവരെ അള്ളാഹു തീർത്തും അപ്രസക്തമായ അനാവശ്യമായ ഈ ആയത്തിറക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു സർവജ്ഞാനിയല്ല എന്ന് തന്നെയാണ്. അള്ളാഹുവിന് ഋതുവാൻ പ്രതിജ്ഞയിൽ അമളി പറ്റിയതുപോലെ തന്നെ ഇവിടെയും അമളി പറ്റിയതാണ്. അള്ളാഹു സംശയിക്കുകയാണ്. മുഹമ്മദ് സംശയിച്ചാൽ പിന്നെ അള്ളാഹു സംശയിക്കാതിരിക്കില്ലല്ലോ. മുഹമ്മദ് തന്നെയാണല്ലോ അള്ളാഹു. അപ്പോൾ മുഹമ്മദിൻ്റെ സംശയം അള്ളാഹുവിനും ഉണ്ടാകുന്നു, മക്കക്കാർ ആക്രമിക്കുമോ, അവർ കരാർ ലംഘിക്കുമോ എന്ന്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വാൻസായിട്ട് മുസ്ലിങ്ങളെ യുദ്ധത്തിന് സന്നദ്ധരാക്കുന്നതിന് വേണ്ടി മുഹമ്മദ് പറഞ്ഞ ഉഡായിപ്പാണ് ഈ 2:190 മുതലുള്ള ആയത്തുകൾ. ജലാലൈനി അത് സന്ദർഭം പറയുന്നു. ഇനി ജലാലൈനി മാത്രമല്ല, വാഹിദിയും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നോക്കൂ, വാഹിദിയുടെ അസ്ബാബുൻ നുസൂലിനകത്ത് പറയുന്നു, ദീസ് വേഴ്സസ് were revealed concerning the treaty of Hudaybiyah. This is because when the messenger of Allah and his companions were barred from entering the sacred house, he immolated his sacrificial offering in Hudaybiyah,
He then signed a treaty with the idolaters which stipulated that he would go back to Medina and return the following year. Mecca will be vacated for him for 3 days, during which he can circumambulate the sacred house and do there whatever he wished. The messenger of Allah agreed to sign this treaty. In the following year, the messenger of Allah and his companions got ready to perform the lesser pilgrimage which they had missed, but at the same time were afraid that Quraysh would not honor their treaty, bar them from the sacred house and fight them. Prophetic companions were apprehensive of fighting them during the sacred months and in the sacred precinct. And so Allah revealed. അപ്പോൾ ഈ സേക്രഡ് മന്തിൽ, ഈ പുണ്യമാസത്തിൽ മക്കക്കാർ കരാർ ലംഘിച്ചുകൊണ്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുമോ എന്ന് മുഹമ്മദിൻ്റെ കൂടെയുള്ളവർ ആശങ്കിക്കുമാറ് മുഹമ്മദും കൂട്ടരും ആ കരാർ ലംഘിച്ച് പ്രകോപനം സൃഷ്ടിച്ചിരുന്നു എന്നുറപ്പാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഈ പുണ്യമാസത്തിൽ അക്രമം ചെയ്യാത്ത ഖുറൈശികളെക്കുറിച്ച് ഇവരങ്ങനെ സംശയിക്കേണ്ടതില്ല. അപ്പോൾ ഖുറൈശികൾ തങ്ങളെ ആക്രമിക്കുമെന്ന ഭയം തോന്നിയത് കൊണ്ട് മുഹമ്മദ് അവരെ തിരിച്ചാക്രമിക്കാൻ അനുയായികളെ സന്നദ്ധരാക്കുന്ന സന്ദർഭത്തിൽ അഡ്വാൻസായിട്ട് പറഞ്ഞതാണ് ഈ വാക്യങ്ങൾ. ഇന്ന് മൗലിയന്മാർ വയല് പറയുന്നത് പോലെ, എം അക്ബറും കൂട്ടരും പറഞ്ഞു കിടക്കുന്നത് പോലെ ഇതൊരു യുദ്ധക്കളത്തിലിറങ്ങിയ ആയത്തല്ല, ഒരു യുദ്ധ സന്ദർഭത്തിലിറങ്ങിയ ആയത്തല്ല. യുദ്ധസന്ദർഭം ഉണ്ടാകുമെന്ന് മുഹമ്മദും കൂട്ടരും ആശങ്കിച്ച സമയത്ത് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു യുദ്ധ സാധ്യതയും ഉണ്ടായിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ ഈ പുണ്യമാസത്തിൽ യുദ്ധം ചെയ്യുന്നവരായിരുന്നില്ല. അവർ കരാറ് ലംഘിക്കുന്ന തെമ്മാടികളായിരുന്നില്ല. അവർ സംസ്കാര സമ്പന്നരായിരുന്നു. അതുകൂടാതെ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാവുന്ന ഒരു സാഹചര്യമല്ല മദീനയിലും മക്കയിലും പരിസരത്തും ഈ ഹിജറ 7-ാം വർഷമായപ്പോഴേക്കും ഉണ്ടായിരുന്നത് എന്ന് മക്കക്കാർക്ക് നന്നായിട്ടറിയാം. കാരണം മുഹമ്മദ് മക്കയുടെ തൊട്ടടുത്തുള്ള ഗോത്രങ്ങൾ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും മക്കക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്ര വിധം സൈനികമായി ശക്തി നേടുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മക്കക്കാർ ഒരിക്കലും മുഹമ്മദിനെ ആക്രമിക്കുമായിരുന്നില്ല. ഇതെല്ലാം മുൻകൂട്ടി അറിയാൻ പറ്റുന്ന സർവജ്ഞാനിയായ അള്ളാഹു പിന്നെ എന്തിനാണ് അപ്രസക്തവും അനാവശ്യവുമായ ഈ ആയത്തിറക്കിയത്? കാരണം അള്ളാഹുവിനും സംശയമുണ്ടായിരുന്നു മക്കക്കാരാക്രമിക്കുമോ എന്ന്. മുഹമ്മദിൻ്റെ സംശയം തന്നെയാണ് അള്ളാഹുവിൻ്റെയും സംശയം. സർവജ്ഞാനിയായ അള്ളാഹു ഒന്നും അറിയാത്ത മുഹമ്മദ് തന്നെയായിരുന്നു എന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. ഇവപ്പോൾ യുദ്ധക്കളത്തിലിറങ്ങിയതോ യുദ്ധ സന്ദർഭത്തിലിറങ്ങിയതോ അല്ല 2-ാം അധ്യായത്തിലെ 190 മുതലുള്ള ഈ ആയത്തുകൾ എന്നർത്ഥം. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. ഇവിടെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന ഈ വാക്യം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങളെല്ലാം ഡിഫൻസിന് വേണ്ടിയുള്ളതായിരുന്നു എന്നും ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ മാത്രമേ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നുമൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർ യഥാർത്ഥത്തിൽ സന്ദർഭം മറച്ചു പിടിച്ചുകൊണ്ട് സന്ദർഭത്തിൽ നിന്ന് ആയത്ത് അടർത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരോട് മാത്രമേ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഈ ഹുദൈബിയ സന്ധി പ്രകാരം ഉംറയ്ക്ക് പോകുന്ന മുഹമ്മദിനെയും കൂട്ടരെയും മക്കക്കാർ ആക്രമിച്ചേക്കുമോ എന്ന ആശങ്കയുള്ളപ്പോൾ അവരോട് പറഞ്ഞതാണ്. അവരിങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ആക്രമിച്ചാൽ മതി. പുണ്യമാസമാണ്, പുണ്യഗേഹമാണ്, കഅബയുടെ ചുറ്റും യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ്. അവിടെ വെച്ച് അവർ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്താൽ മതി എന്ന് ആ സന്ദർഭത്തിലാണ് പറഞ്ഞത്. ഇത് ഇസ്ലാമിൻ്റെ പൊതുനയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്ത് മൻസൂഖായിട്ടുണ്ട് എന്ന് ജലാലൈനിയും ഇബ്നു കസീറും ഉൾപ്പെടെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം എഴുതി വച്ചിട്ടുള്ളത്. ഇത് നസ്ഖ് ചെയ്യപ്പെട്ട ആയത്താണ്. കാരണം ഇങ്ങോട്ട് ആക്രമിക്കാതെ തന്നെ അങ്ങോട്ട് ആക്രമിക്കാം എന്ന് പറയുന്ന വാക്യങ്ങൾ വേറെ വരുന്നുണ്ട്. അത് വന്നപ്പോഴാണ്
ഈ ആയത്ത് മൻസൂഖായി പോയത്. ഈ ആയത്ത് മൻസൂഖാവാൻ കാരണം ഈ ആയത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. അത് പൊതുവായിട്ട് ഒരു നിർദ്ദേശം നൽകിയതല്ല. ഇത് പൊതു നിർദ്ദേശമാണ് എന്ന മട്ടിൽ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ ക്രൂരമുഖവും ഇസ്ലാമിൻ്റെ വയലൻസും ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് മൻസൂഖാണ് എന്ന കാര്യവും ഇവിടെ ഒരു മതപണ്ഡിതനും പറയാറില്ല. അത് മൻസൂഖാണെന്ന് പറയാൻ പറ്റില്ല. അത് മൻസൂഖാവുന്നത് എങ്ങനെയാണ്? ഇങ്ങോട്ട് ആക്രമിക്കാതെ തന്നെ അങ്ങോട്ട് ആക്രമിക്കാനുള്ള ആയത്ത് വന്നപ്പോഴാണ് ഇത് മൻസൂഖായി റദ്ദായി പോകുന്നത്. ഇനി തൊട്ടടുത്ത വാക്യം 191, അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങളവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. ഇവിടെയും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇവിടെ മക്കയിൽ നിന്ന് മുഹമ്മദിനെയും കൂട്ടരെയും മക്കക്കാർ നേരത്തെ പുറത്താക്കി, അങ്ങനെയാണ് മദീനയിലേക്ക് പോകുന്നത് എന്ന നുണ പറഞ്ഞുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ ഹുദൈബിയ സന്ധിക്ക് പോകുന്ന സമയത്ത് ഉംറക്ക് പോയതായിരുന്നു മുഹമ്മദും കൂട്ടരും. അന്ന് ഉംറ ചെയ്യാൻ അനുവദിക്കാതെ മക്കയിൽ നിന്ന് മുഹമ്മദിനെയും കൂട്ടരെയും ഒരു കരാറും സന്ധിയും ഉണ്ടാക്കിയിട്ട് പുറത്താക്കി. നിങ്ങൾ ഉംറ ചെയ്യാൻ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞു. ആ പുറത്താക്കലിനാണ് ഇവിടെ പകരം പറയുന്നത്. അതാണ് കഴിഞ്ഞ വർഷം ഉംറക്ക് പോകുമ്പോൾ ഉംറ ചെയ്യാൻ അനുവദിക്കാതെ പുറത്താക്കിയതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലും കാണുന്നത്. അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് അവർ പുറത്താക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, അഥവാ യുദ്ധം നടക്കുകയാണെങ്കിൽ മക്കയിൽ നിന്ന് മക്കക്കാരെ പൂർണ്ണമായും പുറത്താക്കിയിട്ട് മക്കയും കഅബയും ഇന്ന് തന്നെ പിടിച്ചെടുത്തോളൂ എന്ന ആഹ്വാനമാണിത്. പക്ഷേ മക്കക്കാർ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാതിരുന്നതുകൊണ്ടും കരാർ അനുസരിച്ച് അവർ മക്കയിൽ നിന്ന് മാറി നിന്നതുകൊണ്ടും യുദ്ധം നടന്നില്ല. അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ആ സമയത്ത് തന്നെ മക്ക പിടിച്ചടക്കണം എന്നതായിരുന്നു. ഒരു യുദ്ധത്തിലൂടെ മക്ക പിടിച്ചടക്കാൻ വേണ്ടി യുദ്ധസന്നാഹങ്ങളുമായി ആയുധങ്ങളുമായി പുറപ്പെടുകയാണ് മുഹമ്മദ് ചെയ്തത്. അതല്ലാതെ മുഹമ്മദ് ഉംറ ചെയ്യാൻ പോയതല്ല. മുഹമ്മദ് ഇതിൻ്റെ മുമ്പത്തെ വർഷവും ഉംറ ചെയ്യാനല്ല പോയത്, മറിച്ച് മക്ക കീഴടക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു മുഹമ്മദിൻ്റെ ശക്തി മക്കക്കാരെ കാണിക്കാനും താനീ കഅബയ്ക്ക് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താനും ഇനി തൻ്റെ അടുത്ത ലക്ഷ്യം മക്കയാണ് എന്ന ഭീഷണി അവിടെ മുഴക്കാനും വേണ്ടിയാണ് മുഹമ്മദ് ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയ ആ വർഷം ഉംറക്ക് പോയത്. തുടർന്ന് അടുത്ത വർഷം സന്ധി പ്രകാരം ആയുധങ്ങളുമായി നടത്തിയ ഈ ഉംറ യാത്രയും മക്ക കീഴടക്കാനുള്ള മുഹമ്മദിൻ്റെ ആസൂത്രിതമായ പദ്ധതിയായിരുന്നു. കാരണം മുഹമ്മദിൻ്റെ ശക്തി പ്രകടിപ്പിക്കാനും മുഹമ്മദ് അടുത്ത അധിനിവേശം നടത്താൻ പോകുന്നത് മക്കയിലാണ് എന്നവരെ ബോധ്യപ്പെടുത്താനും കഅബയുടെ മേൽ തനിക്ക് അവകാശവാദമുണ്ട് എന്ന് മക്കക്കാരെ ബോധ്യപ്പെടുത്താനും ഒക്കെ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഗൂഢപദ്ധതിയായിരുന്നു മുഹമ്മദിൻ്റെ ഈ 2 വർഷവും നടത്തിയ ഉംറ യാത്രകൾ. ഇതാണ് ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്നും ഈ പശ്ചാത്തലത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കിയവരെ തിരിച്ചും പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കഅബ പിടിച്ചടക്കുക, മക്ക പിടിച്ചടക്കുക, മക്കക്കാരെ മക്കയിൽ നിന്ന് പുറത്താക്കുക. അത്തരത്തിലുള്ള ഒരു യുദ്ധമാണ് ഇനി നിങ്ങൾ അവിടെ നടത്തേണ്ടത് എന്ന് മുഹമ്മദ് അനുയായികളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ ഒരു യുദ്ധം നടത്തി മക്ക കീഴടക്കുക എന്നത് തന്നെയായിരുന്നു ഈ ഉംറ യാത്രയിൽ ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ മക്കക്കാരുടെ മര്യാദ കാരണവും അവർ കരാർ ലംഘിക്കാതിരുന്നതുകൊണ്ടും അവർ പൂർണ്ണമായും സഹകരിച്ചതുകൊണ്ടും മുഹമ്മദിന് തൽക്കാലം ആ യാത്രയിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ മുഹമ്മദ് 10 കൊല്ലത്തേക്കുണ്ടാക്കിയ കരാറ് തൊട്ടടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് മക്ക പിടിച്ചടക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ മുഹമ്മദ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ആ കരാറിന് പുല്ലുവില കൽപ്പിക്കേണ്ടതില്ല എന്നും മറിച്ച് മക്കക്കാരുടെ ശ്രദ്ധ തിരിക്കുകയും അവർ മറ്റു ഗോത്രങ്ങളെ താൻ ആക്രമിക്കുമ്പോൾ സഖ്യം ചേരാതിരിക്കാൻ വേണ്ടിയും അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയും അവരെ നിരായുധരാക്കാൻ വേണ്ടിയും അവരെ കച്ചവടങ്ങളിലേക്കും മറ്റും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയും അങ്ങനെ തനിക്ക് മക്ക കീഴടക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്നതിന് വേണ്ടിയുമാണ് മുഹമ്മദ് ഈ ചതിക്കരാറിൽ ഒപ്പുവെച്ചത്.
അവർ മുഹമ്മദിനെ ചതിക്കാൻ വേണ്ടിയല്ല കരാറുണ്ടാക്കിയത്. അവർ നല്ല മനുഷ്യരായതുകൊണ്ട്, മര്യാദക്കാരായതുകൊണ്ട്, സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മക്കക്കാർ ഇങ്ങനെ ഒരു കരാറുമായി മുഹമ്മദിനെ സമീപിച്ചത്. പക്ഷേ മുഹമ്മദ് ആ കരാറിൽ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട്, എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് ഒപ്പുവെച്ചത് ആ കരാറിന് യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്നും ആ കരാറിനെ പിറ്റത്തെ വർഷം തന്നെ ലംഘിച്ചുകൊണ്ട് മക്ക കീഴടക്കണമെന്ന് മുഹമ്മദ് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയും ആ രഹസ്യം മുഹമ്മദ് അബൂബക്കറിനോട് മാത്രം പറയുകയും ചെയ്തിരുന്നു എന്നതുകൊണ്ടാണ് അബൂബക്കർ മാത്രം മുഹമ്മദിന് പിന്തുണ നൽകുകയും മറ്റുള്ളവരൊക്കെ മുഹമ്മദിനെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ഉമ്മർ അടക്കമുള്ളവർ കുറ്റപ്പറയുകയും ഒക്കെ ചെയ്തത്. ഇതാണ് മുഹമ്മദ്, ഇതാണ് മുഹമ്മദിൻ്റെ അള്ളാഹു, ഇതാണ് ഇസ്ലാം. ഫിത്ന കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു. മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്, അവർ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നത് വരെ. ഫിത്ന കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു എന്ന് പറയുന്നത് അക്രമം ചെയ്യാനുള്ള ഒരു ന്യായീകരണമാണ്, അഡ്വാൻസ് ന്യായീകരണമാണ്. ഇവിടെ ഫിത്ന എന്നതിന് നമ്മുടെ ഈ പരിഭാഷകരും നമ്മുടെ വ്യാഖ്യാതാക്കളും ഒക്കെ അക്രമം, മർദ്ദനം എന്നൊക്കെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതല്ല ഫിത്ന കൊണ്ട് അർത്ഥം. ഫിത്ന എന്നതിന് മുഹമ്മദ് കൃത്യമായ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ആദ്യകാലത്തെ മുഫസ്സിറുകളെല്ലാം ഫിത്നക്ക് അർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്താ ഫിത്നക്ക് അർത്ഥം കൊടുത്തിട്ടുള്ളത്? ശിർക്കും കുഫ്റുമാണ്, അവിശ്വാസവും ബഹുദൈവാരാധനയുമാണ് ഫിത്ന. അപ്പോൾ ഫിത്ന അവസാനിക്കുകയും ദീൻ മുഴുവൻ അള്ളാഹുവിൻ്റെതാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം എല്ലാവരും സ്വീകരിക്കുന്നത് വരെ വാളെടുത്ത് മറ്റു വിശ്വാസികളെ വെട്ടുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചങ്ങോട്ട് ആക്രമിക്കുക എന്ന ഡിഫൻസ് അല്ല. അതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഫിത്ന എന്നതിന് അക്രമം എന്നും മർദ്ദനം എന്നുമൊക്കെ വ്യാജമായി അർത്ഥം കൊടുത്തതാണ്. അങ്ങനെയൊക്കെ അർത്ഥം ഈ വാക്കിനുണ്ടായിരിക്കാം. പക്ഷേ കോണ്ടക്സ്റ്റ് അനുസരിച്ചും വ്യാഖ്യാനങ്ങളനുസരിച്ചും മുഹമ്മദ് സ്വയം നൽകിയ വിശദീകരണം അനുസരിച്ചും ഫിത്ന എന്നതിൻ്റെ അർത്ഥം ശിർക്കും കുഫറും എന്ന് തന്നെയാണ്. നോക്കൂ, ഖാത്തിലുഹും ഹത്താ ലാ തകൂന ഫിത്നതൻ എന്ന് പറഞ്ഞതിന് ഇബ്നു കസീർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം നോക്കൂ. ശിർക്ക്, ഹത്താ ലാ തകൂന ഫിത്നത്തുൻ, ഫിത്ന എന്ന് പറഞ്ഞാൽ ഷിർക്ക്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ഇബ്നു അബ്ബാസ്, അബൂ അല ആലിയ, മുജാഹിദ്, അൽ ഹസൻ, ഖത്താദ, അർ റബീ, മുഖാത്തിൽ ഇബ്നു ഹുയൈൻ, അസുദ്ദി, സെയ്ദ് ഇബ്നു അസ്ലം. കാര്യപ്പെട്ട എല്ലാ വ്യാഖ്യാതാക്കളും ആദ്യകാലത്ത് ഇതിനർത്ഥം നൽകിയിട്ടുള്ളത് ഷിർക്ക് എന്നാണ്. ഏതിന്? ഫിത്ന എന്നതിന്. അള്ളാഹ് സ്റ്റേറ്റ്മെൻറ്റ് വയക്കൂന ദീനു ലില്ലാഹി, ദീൻ മുഴുവൻ അള്ളാഹുവിൻ്റെതാകുന്നത് വരെ എന്നതിൻ്റെ അർത്ഥമാണ് ഇനി കൊടുത്തിട്ടുള്ളത്. വയക്കൂന ദീനു ലില്ലാഹി മീൻസ് സോ ദാറ്റ് ദ റിലീജിയൻ ഓഫ് അള്ളാഹ് ബിക്കംസ് ഡോമിനൻ്റ് അബവ് ആൾ അതർ റിലീജിയൻസ്. It is reported in the two Sahih that Abu Musa al-Ash'ari said, the Prophet was asked, O Allah's Messenger, a man fights out of bravery and another fights to show off. Which of them fights in the cause of Allah? The Prophet said, he who fights so that Allah's word is superior, then he fights in Allah's cause. അപ്പോൾ ദീൻ മുഴുവൻ അള്ളാഹുവിൻ്റേതാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാം മതം മറ്റെല്ലാ മതങ്ങളെയും അതിജീവിച്ച് ഡോമിനൻ്റ് ആകുന്നത് വരെ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്നും, ഇവിടെ ഫിത്ന അവസാനിക്കും വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശിർക്കും കുഫറും അവസാനിക്കുന്നത് വരെ എന്നും എല്ലാ മുഫസ്സിറുകളും ആദ്യകാലത്തെ എല്ലാ വ്യാഖ്യാതാക്കളും എഴുതി വച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന നോബിൾ ഖുർആൻ എന്ന ഇംഗ്ലീഷ് പരിഭാഷയിലും ശിർക്കും കുഫറും എന്ന് തന്നെയാണ് ഫിത്നയ്ക്ക് ബ്രാക്കറ്റിൽ എഴുതി വച്ചിട്ടുള്ളത്. മൗദൂദി അവിടെ ശിർക്കും കുഫറും എന്ന് പറഞ്ഞതിന് പകരം ശിർക്കിൻ്റെയും കുഫറിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനങ്ങളെല്ലാം ഫിത്നയാണ് എന്നും, ഇസ്ലാമിക ഭരണം ഉണ്ടാവുന്നതോടുകൂടി ഫിത്ന അവസാനിച്ചു എന്നും പുതിയൊരു രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. മൗദൂദിയെ പോലെയുള്ള ആധുനിക ഭീകരവാദികൾ അങ്ങനെയാണ് ഫിത്നയ്ക്കും അർത്ഥം നൽകിയത്, വ്യാഖ്യാനം നൽകിയത്. എന്നാൽ മറ്റു സാധാരണ മുസ്ലിങ്ങളൊക്കെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റുന്ന ഒരു അർത്ഥമുണ്ടാക്കിയിട്ട് നുണ പറയുകയാണ് ചെയ്യുന്നത്. ഫിത്ന എന്ന് പറഞ്ഞാൽ അക്രമം, മർദ്ദനം എന്നൊക്കെയാണ്. എന്നിട്ട് ഇസ്ലാം ആക്രമിക്കാൻ പറഞ്ഞത് ഡിഫൻസിന് മാത്രമാണ് എന്ന് ഈ 290 ഉദ്ധരിച്ചുകൊണ്ട്
സന്ദർഭത്തിൽ നിന്ന് അടർത്തി ഉദ്ധരിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 290 ഇങ്ങോട്ട് ആക്രമിച്ചാലേ അങ്ങോട്ട് ആക്രമിക്കാവൂ എന്നല്ല പറയുന്നത്. മറിച്ച് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് അടുത്ത വർഷം ഉംറയ്ക്ക് പോകുന്ന സമയത്ത് പുണ്യമാസത്തിൽ കഅബയിൽ ഉംറയ്ക്ക് ചെല്ലുമ്പോൾ മക്കക്കാർ അഥവാ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചവരെ ആക്രമിക്കണം എന്നർത്ഥത്തിൽ സാന്ദർഭികമായി പറഞ്ഞതാണ്. ആ പറഞ്ഞ വാക്യം തന്നെ മൻസൂഖാണ് എന്ന് ഖുർആൻ്റെ തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇതാ തെളിവ്. വഖാത്തിലൂഹും ഫീ സബീലില്ലാഹി അല്ലദീന യുഖാത്തിലൂനകും ആൻഡ് ഫൈറ്റ് ഇൻ ദ വേ ഓഫ് അല്ലാഹ് ദോസ് ഹു ഫൈറ്റ് യു. ഇനി കൊടുത്തിരിക്കുന്നത് നോക്കൂ. Abu al-Aliya said this was the first ayah about fighting that was revealed in Al-Madinah. Ever since it was revealed, Allah's messenger used to fight only those who fought him and avoid non-combatants. Later, Surah Al-Bara'a, chapter 9 in the Quran was revealed. Abdurrahman ibn Sayyid ibn Aslam said similarly. Then he said that this was later abrogated by the ayah. അപ്പോൾ 9-ാം അധ്യായത്തിലെ 1-ാമത്തെ ആയത്ത് ഇറങ്ങിയതോടുകൂടി ദിസ് വേഴ്സ് വാസ് അബ്രോഗേറ്റഡ്. ഇതാണ് കഥ. അപ്പോൾ ഇന്ന് നൽകുന്ന വ്യാഖ്യാനങ്ങളെല്ലാം ശുദ്ധ ഉഡായിപ്പാണ്, കളവാണ്, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മൻസൂഖായി പോയ റദ്ദാക്കപ്പെട്ട ഒരായത്ത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഡിഫൻസിന് മാത്രമേ ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ചിട്ടുള്ളൂ എന്ന പച്ചക്കള്ളം പറയുന്നത്. ഇനി ഇബ്നു കസീർ തന്നെ ഒരു ബുഖാരി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഫിത്ന എന്നും എന്താണ് ജിഹാദ് എന്നും നബി വിശദീകരിക്കുന്ന ഒരു ഹദീസ്. ഇത് ബുഖാരിയിൽ മുസ്ലിമിലും ഒക്കെ ഉള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ ഹദീസ്? ഐ ഹാവ് ബീൻ ഓർഡേർഡ് ബൈ അല്ലാഹ് ടു ഫൈറ്റ് ദ പീപ്പിൾ അണ്ടിൽ ദേ പ്രൊക്ലെയിം നൺ ഹാസ് ദ റൈറ്റ് ടു ബി വർഷിപ്ഡ് ബട്ട് അല്ലാഹ്. Whoever said it, then he will save his life and property from me, except for cases of the law, and their account will be with Allah. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് വരെ ഒരാളുടെയും ജീവനും സ്വത്തും എന്നിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് നബി പറഞ്ഞു. അപ്പോൾ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? എന്താണ് ഫിത്ന? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് അംഗീകരിക്കാത്ത എല്ലാം ഫിത്നയാണ്. ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയാത്ത എല്ലാവരോടും യുദ്ധം ചെയ്യണമെന്നാണ് നബി വിശദീകരിച്ചിട്ടുള്ളത്. ഈ വിശദീകരണം ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള സഹീഹായ ഹദീസാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിത്ന എന്താണെന്നും യുദ്ധം എന്താണ് എന്നും ഈ ഖുർആൻ്റെ വ്യാഖ്യാതാക്കളെല്ലാം വിശദീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഇതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സന്ദർഭത്തിൽ നിന്ന് അടർത്തി നുണ പറയുകയാണ് നമ്മുടെ മതവ്യാഖ്യാതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതേ വാക്യത്തിൽ അക്രമം പ്രവർത്തിക്കുന്നവരോട് മാത്രമേ തിരിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണമായിട്ട് ഇബ്നു കസീർ നൽകിയിട്ടുള്ളതാണിത്. ബട്ട് ഇഫ് ദേ സീസ്, അവർ അക്രമം നിർത്തുകയാണെങ്കിൽ ലെറ്റ് ദർ ബി നോ ട്രാൻസ്ഗ്രഷൻ എക്സെപ്റ്റ് അഗൈൻസ്റ്റ് ദ റോങ് ഡൂവേഴ്സ്. അവരക്രമം നിർത്തുകയാണെങ്കിൽ പിന്നെ അതിക്രമിച്ച് നമ്മളൊന്നും അങ്ങോട്ട് ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്യുന്നവരോടൊഴികെ, അതല്ലെങ്കിൽ അക്രമം കാണിക്കുന്നവരോടൊഴികെ എന്ന് പറയുന്ന ആ വാക്യത്തിന് നൽകുന്ന വ്യാഖ്യാനമാണിത്. ദിസ് വേഴ്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇഫ് ദേ സ്റ്റോപ്പ് ദെയർ ശിർക്ക് ആൻഡ് ഫൈറ്റിംഗ് ദ ബിലീവേഴ്സ്, ശിർക്കും വിശ്വാസികളോടുള്ള യുദ്ധവും നിർത്തുകയാണെങ്കിൽ ദെൻ സീസ് വാർഫെയർ അഗൈൻസ്റ്റ് ദം, അപ്പം നിങ്ങളും യുദ്ധം നിർത്തണം. ഹൂവർ ഫൈറ്റ്സ് ദം ആഫ്റ്റർവേഴ്സ് വിൽ ബി കമ്മിറ്റിംഗ് ആൻ ഇൻജസ്റ്റിസ്. ശിർക്ക് നിർത്തി യുദ്ധവും നിർത്തിയിട്ട് പിന്നെ അവരെ ആക്രമിക്കുകയാണെങ്കിൽ അത് ഇൻജസ്റ്റിസാണ്, അത് അന്യായമാണ്. വെറിലി അഗ്രഷൻ ക്യാൻ ഓൺലി ബി സ്റ്റാർട്ടഡ് അഗൈൻസ്റ്റ് ദി അൺജസ്റ്റ്. അനീതി പ്രവർത്തിക്കുന്നവരോട് മാത്രമേ ആക്രമിക്കാൻ പാടുള്ളൂ. ദിസ് ഈസ് ദ മീനിങ് ഓഫ് മുജാഹിദ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഓൺലി കമ്പാറ്റൻറ്റ് ഷുഡ് ബി ഫോട്ട്. Or the meaning of the ayah indicates that if they abandon their injustice, which is shirk in this case. അപ്പോൾ അവരിങ്ങോട്ട് കാണിക്കുന്ന ഇൻജസ്റ്റിസ് എന്താണ്? ഷിർക്കാണ്. വിച്ച് ഈസ് ഷിർക്ക് ഇൻ ദിസ് കേസ്, ദെൻ ഡു നോട്ട് സ്റ്റാർട്ട് അഗ്രഷൻ അഗൈൻസ്റ്റ് ദം ആഫ്റ്റർവേർഡ്.
ദ അഗ്രഷൻ ഹിയർ മീൻസ് റിട്ടാലിയേറ്റിംഗ് ആൻഡ് ഫൈറ്റിംഗ് ദം ജസ്റ്റ് ആസ് അല്ലാഹ് സെഡ്. അപ്പോൾ അവർ ശിർക്ക് നിർത്തുന്നവരെ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് ഈ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് അക്രമം നിർത്തുമ്പോൾ മാത്രം ഇങ്ങോട്ട് അക്രമം ചെയ്യുമ്പോൾ മാത്രം അങ്ങോട്ട് ആക്രമിച്ചാൽ മതി എന്നല്ല. കാരണം ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം എന്താണ്? ആ പറഞ്ഞ വാക്യം സന്ദർഭത്തിൽ പറഞ്ഞതായിരുന്നു, അത് പിന്നീട് നസ്ഖ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നസ്ഖ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ മൻസൂഖായ ആ ആയത്തിനെ മാറ്റിവെച്ചിട്ട് അതിനെ നസ്ഖ് ചെയ്ത നാസിഖായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചതാണ് ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള വ്യാഖ്യാതാക്കൾ. അതുകൊണ്ടാണ് സിർക്കും കുഫറുമാണ് ഫിത്ന എന്നും സിർക്കും കുഫറും ഉള്ളിടത്തൊക്കെ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്നും ഇവർ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത്. ഇനി ഇതേ വാക്യത്തിലെ ആൻഡ് കിൽ ദം വേർ എവർ യു ഫൈൻഡ് ദം ആൻഡ് ടേൺ ദം ഔട്ട് ഫ്രം വേർ ദേ ഹാവ് ടേൺഡ് യു ഔട്ട്. നിങ്ങളെ പുറത്താക്കിയടുത്ത് നിന്ന് അവരെയും പുറത്താക്കുക, അവരെ നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞതിന് ഉള്ള വ്യാഖ്യാനം നോക്കൂ. ദിസ് മീനിങ് യുവർ എനർജി ഷുഡ് ബി സ്പെൻഡ് ഓൺ ഫൈറ്റിംഗ് ദം ജസ്റ്റ് ആസ് ദെയർ എനർജി സ്പെൻഡ് ഓൺ ഫൈറ്റിംഗ് യു ആൻഡ് ഓൺ എക്സ്പെല്ലിംഗ് ദം ഫ്രം ദ ഏരിയാസ് ഫ്രം വിച്ച് ദേ ഹാവ് എക്സ്പെൽഡ് യു ആസ് എ ലോ ഓഫ് ഈക്വാലിറ്റി ഇൻ പണിഷ്മെൻറ്റ്. ഇത് ഖിസാസിനുള്ള ആഹ്വാനമാണ്. നിങ്ങളെ കഴിഞ്ഞ വർഷം ഉംറ ചെയ്യാൻ അനുവദിക്കാതെ പുറത്താക്കിയതിന് പകരം നിങ്ങൾ അവരെ മക്കയിൽ നിന്നും കാബയിൽ നിന്നും പുറത്താക്കുക, പിന്നെ നിങ്ങൾ അവരെ കൊല്ലുക എന്ന് പറഞ്ഞത് ഖിസാസിൻ്റെ നിയമമാണ് എന്നാണ് ഇവിടെ ഇബ്നു കസീർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. വൽ ഫിത്നത്തു അഷദ്ദും മിനൽ ഖത്ലി. ഫിത്ന കൊലയേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞ വാക്യം നമ്മൾ വായിച്ചല്ലോ. ആൻഡ് അൽ ഫിത്ന ഈസ് വേഴ്സ് ദാൻ കില്ലിങ്. അപ്പോൾ അവരെ കൊല്ലാൻ പറയുന്ന ന്യായം അവർ ശിർക്കിൻ്റെ ആൾക്കാരാണ്, അവർ ഫിത്നയുടെ ആൾക്കാരാണ്, അതുകൊണ്ട് അത് കൊലപാതകത്തേക്കാൾ ഭീകരമാണ്, അതുകൊണ്ട് നിങ്ങൾ അവരെ കൊല്ലുക. ഇതൊക്കെ പറയുമ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ അവരെ ആക്രമിക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷേ അവിടുത്തെ സന്ദർഭവും സാഹചര്യവും ഒരിക്കലും അവരെ ആക്രമിക്കാൻ പറ്റാത്ത വിധത്തിലായതുകൊണ്ടും അവർ പൂർണ്ണമായും മക്കയിൽ നിന്ന് മാറിപ്പോയതുകൊണ്ടാണ് അവിടെ യുദ്ധം നടക്കാതിരുന്നത്. ഏതെങ്കിലും തരത്തിൽ അവർ എന്തെങ്കിലും ഒരു ഹേതു കിട്ടിയിരുന്നെങ്കിൽ അന്ന് അവിടെ അക്രമം നടക്കുകയും മക്ക പിടിച്ചടക്കുകയും മക്കക്കാരെ മുഴുവൻ കൊല്ലുകയോ കീഴടക്കുകയോ ചെയ്യുമായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ശിർക്ക് അവസാനിക്കുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞത്. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? അൽ ഫിത്നത്തു അഷദ്ദും മിനൽ ഖത്ലി എന്ന് പറഞ്ഞാൽ ഫിത്ന കൊലയേക്കാൾ നികൃഷ്ടമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ മീനിങ് ആണ് കൊടുത്തില്ല. മീനിങ് വാട്ട് യു ഡിസ്ബിലീവേഴ്സ് ആർ കമ്മിറ്റിംഗ് ഈസ് മച്ച് വേഴ്സ് ദാൻ കില്ലിംഗ്. അബു അൽ ആലിയ, മുജാഹിദ്, സയ്യിദ് ബിൻ ജുബൈർ, ഇക്രിമ, അൽ ഹസൻ, ഖതാദ ആൻഡ് ദഹാഖ് ആൻഡ് അറാബി ഇബ്നു അബ്ബാസ് സെഡ് ദാറ്റ് വാട്ട് അല്ലാഹ് സെഡ് ആൻഡ് അൽ ഫിത്ന ഈസ് വേഴ്സ് ദാൻ കില്ലിംഗ്. ഷിർക്ക് അതായത് പോളിത്തിസം ഈസ് വേഴ്സ് ദാൻ കില്ലിംഗ്. ബഹുദൈവാരാധന അഥവാ ഷിർക്ക് അത് കില്ലിങ്ങിനേക്കാൾ വേഴ്സാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ ഇങ്ങോട്ട് നടത്തിയ ആക്രമം അങ്ങോട്ട് നടത്താൻ പോകുന്ന ആക്രമണത്തേക്കാൾ മോശമാണ് എന്നല്ല. ഷിർക്കും കുഫറും കൊലയേക്കാൾ നികൃഷ്ടമാണ്. അതുകൊണ്ട് ഷിർക്കും കുഫറുമാകുന്ന ഫിത്ന അവസാനിപ്പിക്കാൻ വേണ്ടി കൊല നടത്തണം എന്നാണ് ഈ ഖുർആൻ വാക്യത്തിന് വ്യാഖ്യാനമായിട്ട് ഇബ്നു കസീറും ജലാലേനിയും ഈ പറഞ്ഞ ഖത്താദയും ഇക്രിമയും ഈ പറഞ്ഞ എല്ലാ മുഫസ്സിറുകളും അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയൂ, ഇന്ന് മൗലവിമാർ വയലു പറയുന്ന ഖുർആൻ വ്യാഖ്യാനങ്ങളാണോ ഇവരൊക്കെ എഴുതി വെച്ചിട്ടുള്ള യഥാർത്ഥ വ്യാഖ്യാനങ്ങളാണോ സത്യം? ഇന്ന് വയലു പറയുന്നവരാണ് നുണ പറയുന്നത്. എന്തിനാണ് നുണ പറയുന്നത്? ഇസ്ലാം ഡിഫൻസിന് വേണ്ടി മാത്രമേ യുദ്ധം ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്, പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. മൻസൂഖായ ആയത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നർത്ഥം. 192 വാക്യത്തിൽ പറയുന്നത് ഇനി അവർ വിരമിക്കുകയാണെങ്കിലോ തീർച്ചയായും പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അല്ലാഹു. ഇവിടെ എന്തിൽ നിന്ന് വിരമിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്? സിർക്കിൽ നിന്ന് വിരമിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ട്, അല്ലാതെ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുന്നത് എന്നല്ല. 193 മർദ്ദനം ഇല്ലാതാവുകയും, നമ്മ ഈ മർദ്ദനം എന്നുള്ളത് നമ്മുടെ തഫ്സീറിൽ നമ്മുടെ പരിഭാഷയിൽ കൊടുത്തതാണ്. മർദ്ദനമല്ല, ഫിത്ന ഇല്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ അക്രമികൾക്കെതിരിലല്ലാതെ പിന്നീട് യാതൊന്നും കയ്യേറ്റവും പാടുള്ളതല്ല. അവർ വിരമിക്കുകയാണെങ്കിൽ കയ്യേറ്റം പാടുള്ളതല്ല. അപ്പോൾ അവിടെയും
ഫിത്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിത്ന മർദ്ദനമല്ല, അക്രമമല്ല, ശിർക്കും കുഫ്റുമാണ്. ഇനി 194 വാക്യം നോക്കുക. വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിന് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിന്, വിലക്കപ്പെട്ട മാസത്തിന് വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കുക, ഖിസാസ്. അപ്പോൾ വിലക്കപ്പെട്ട മാസത്തിലാണ് കഴിഞ്ഞ വർഷം ഇവരെ തിരിച്ചയച്ചത്. അക്രമമൊന്നും ഉണ്ടായിട്ടില്ല, സന്ധി ഉണ്ടാക്കി തിരിച്ചയക്കുകയാണ് ചെയ്തത്. അതിന് പകരം വീട്ടാനാണ് പറയുന്നത്. വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ വിലക്കപ്പെട്ട മാസത്തിന് തിരിച്ചടിക്കുക. വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും പ്രതിക്രിയ ചെയ്യേണ്ടതാണ്. അപ്രകാരം നിങ്ങൾക്കെതിരെ അതിക്രമം കാണിച്ചാലും അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവൻ്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക. ഖിസാസാണ് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഈ 194 വ്യാഖ്യാനം, അതിൻ്റെ സബബുന്നുസൂലാണ് വാഹിദി തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത്. ഖത്താദ പറയുന്നു, ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ് proceeded along with his companions in the month of Dhul Qa'dah, intending to perform the pilgrimage. When they were stopped by the idolaters at Hudaybiyah, the following year they entered Makkah in the month of Dhul Qa'dah, performed the lesser pilgrimage Umrah, and remained there for 3 nights. The idolaters were proud that they turned them back on the day of Hudaybiyah, and so Allah avenged them, he revealed. അതാണ് പ്രശ്നം. കഴിഞ്ഞ കൊല്ലം ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയിട്ട് ഉംറ നടത്താൻ അനുവദിക്കാതെ അവർ തിരിച്ചയച്ചതിനുള്ള പ്രതികാരം ചെയ്യാനാണ്, യുദ്ധം ചെയ്തുകൊണ്ട് പ്രതികാരം ചെയ്യാനും മക്ക പിടിച്ചടക്കാനും മക്കയിൽ നിന്ന് ഖുറൈശികളെ പുറത്താക്കാനുമാണ് ഈ ഖുർആൻ വാക്യം ആഹ്വാനം ചെയ്തത് എന്നർത്ഥം. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൽ ഈ പോക്കിൽ തന്നെ മക്ക പിടിച്ചടക്കണം, മക്കക്കാരെ പുറത്താക്കണം എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇബ്നു കസീർ പറയുന്നത് നോക്കൂ. ഇബ്നു അബ്ബാസ്, ദഹാക്ക്, സുദ്ദി, ഖത്താദ, മിക്സാം, റബി ഇബ്നു അനസ് and Atha said, Allah's messenger went for Umrah on the 6th year of Hijrah. Then the idolaters prevented him from entering the sacred house along with the Muslims who came with him. This incident occurred during the sacred month of Dhul Qa'dah. The idolaters agreed to allow them to enter the house next year. Hence, the Prophet entered the house the following year along with the Muslims who accompanied him. And Allah permitted him to avenge the idolaters' treatment of him when he said, the sacred month is for the sacred month, and for the prohibited thing there is the law of equality, qisas. അപ്പോൾ കഴിഞ്ഞ വർഷം ഉംറ ചെയ്യാതെ പുറത്താക്കിയതിന് ഖിസാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ മുഹമ്മദ് പോയത്. അല്ലാതെ അവരുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മര്യാദയ്ക്ക് ഉംറ ചെയ്ത് പോരാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നില്ല അത്. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ച് ആ പോകുന്ന പോക്കിൽ അവതരിപ്പിച്ചതാണ് ഈ 4 ഭീഷണിയുടെ ആയത്തുകളും. അവരുടെ മര്യാദ കൊണ്ട്, മക്കക്കാരുടെ മര്യാദ കൊണ്ട് മാത്രം അവിടെ യുദ്ധം നടക്കാതെ വന്നതാണ്. പക്ഷേ മുഹമ്മദ് പിന്നീട് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. 10 കൊല്ലത്തേക്ക് നിരായുധീകരണ സമാധാന കരാറുണ്ടാക്കി ഒപ്പുവെച്ച മുഹമ്മദ് 2 വർഷം തികയുന്നതിന് മുമ്പ് ഈ ചതി ഉംറ നടത്തിയതിൻ്റെ അധികം താമസിയാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ ഒരു സൈന്യത്തെയും കൊണ്ട് മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയും മക്ക പിടിച്ചടക്കുകയും കഅബയിലുള്ള ദൈവങ്ങളെ മുഴുവൻ എറിഞ്ഞുടക്കുകയും ചെയ്തുകൊണ്ട് മുഹമ്മദിൻ്റെ ഭീകരമതം മക്കയിൽ കൂടി നടപ്പിലാക്കുന്നതും അങ്ങനെ അറേബ്യ മുഴുവൻ മുഹമ്മദിൻ്റെ കീഴിലകപ്പെടുന്നതും മക്കക്കാർ മുഴുവൻ മുഹമ്മദിന് സമ്പൂർണ്ണമായി കീഴടങ്ങുന്നതുമാണ് നമ്മൾ കാണുന്നത്. 10 കൊല്ലത്തെ കരാറൊക്കെ വെറും ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു എന്നും മുഹമ്മദ് ആ കരാറിന് പുല്ലുവില കൽപ്പിച്ചിരുന്നില്ല എന്നും മുഹമ്മദ് അതൊരു ചതിക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നും മക്കക്കാർ നിഷ്കളങ്കരായ അവരുടെ നന്മയെ മുഹമ്മദ് ചൂഷണം ചെയ്യുകയായിരുന്നു എന്നുമാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഖുർആൻ വാക്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലമനുസരിച്ച്, യഥാർത്ഥ വ്യാഖ്യാനമനുസരിച്ച്, സബബുന്നുസൂൽ അനുസരിച്ച്, തഫ്സീറുകളനുസരിച്ച് വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് അലിയാർ കാസിമിയോ MM അക്ബറോ നമ്മുടെ പോഡ്കാസ്റ്റ് കുട്ടികളോ വിളിച്ച് പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്.
എന്തായാലും ഈ 4 വാക്യങ്ങളുടെ സാഹചര്യവും സന്ദർഭവും ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം.